ഓൺലൈൻ ട്രെയിനേഴ്സിനും ഇൻഫ്ലുവൻസിനും ഒക്കെ ഡെയിലി ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറിനെക്കാളും ഡബിൾ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരെ സ്മാർട്ട് വർക്ക് ആയിരിക്കാം, പക്ഷെ അതപേക്ഷിച്ച് നമ്മൾ നോർമലായിട്ട് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറെ കൂടെ ഡിസർവ് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണറിന് പ്രോഫിറ്റ് വേണം. ഇപ്പൊ ഒരു PT ആയാൽ കൂടി ഓണറിന് പ്രോഫിറ്റ് വേണം. പക്ഷെ ഞാൻ അത് കണ്ടിട്ടുള്ള എനിക്ക് ഏറ്റവും ബെസ്റ്റ് ജിം ഫീൽ ചെയ്തിട്ടുള്ള എവിടെ എന്ന് വെച്ചാൽ നമ്മുടെ അജിത് ബാബുവിൻ്റെ ലിഫ്റ്റ് സ്റ്റുഡിയോ. നമ്മുടെ ചില ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ട്രെയിനറിനേക്കാളും കൂടുതൽ സാലറി ക്ലീനർ. ഇതിനിടയിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പോൾ നമ്മൾ ഈ ഫാറ്റ് ബേണർ, പ്രോട്ടീൻ, ഇതിൽ മാത്രമല്ല കാര്യം, ഇതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും ഡയറ്റ് കീപ്പ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ഫുഡാണ്. എന്ത് ഇനി എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട് ചെയ്താലും മതി. ഇപ്പൊ എനിക്കാണെങ്കിലും പ്രോട്ടീൻ ഇല്ലാതെ പറ്റും. കാരണം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞ സാധനം കാണാൻ ഒരു 24 ഗ്രാം അല്ലെങ്കിൽ 26 ഗ്രാം ഓഫ് പ്രോട്ടീൻ ഫുഡിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ അത് എനിക്ക് അത്രയും പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. എന്റെ ടൈം നമുക്ക് പ്രോട്ടീനിലേക്ക് ആവശ്യമില്ല. ഇല്ല, പക്ഷെ ഫുഡ് നമുക്ക് എങ്ങനെയായാലും ഫുഡിൽ നിന്ന് അത്രയും കിട്ടൂല. ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ കിട്ടുന്ന ഫുഡും ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. നമ്മുടെ ഡെയിലി ലൈഫ് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ഈ പ്രോട്ടീനിലേക്ക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരു മീൽ അതെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് അതെടുത്തേ പറ്റും. നമ്മുടെ വർക്കെല്ലാം അങ്ങനെയാണ്. അതെ, അതിൽ വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഈ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നതിന് അങ്ങനെ ഇപ്പം ഇല്ലാതെയും ചെയ്യാന്നുള്ളത് ഒരു സംശയമുണ്ട്. സുഖമായിട്ട് പിള്ളേരുടെ വിചാരം പ്രോട്ടീൻ വാരി വെച്ച് മസിൽ കട്ടയാവും. അപ്പൊ ഞങ്ങൾ ജിമ്മിലേക്ക് ഈ പ്രോട്ടീൻ കൊള്ളാവോ, ഈ പ്രോട്ടീൻ എന്തായാലും സാധനം പ്രോട്ടീനാണ്. അല്ല, ഇവർക്ക് എന്താ പറയുക, ഇവര് വിചാരം ഇവർക്ക് ഈ പ്രോട്ടീനെ കുറിച്ചിട്ടുള്ളൊരു നോളേജ് ഇല്ല. ഇവർ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ തന്നെ ഇപ്പൊ വേ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ മാസ് ഗെയിനർ ഉണ്ട്, ഇങ്ങനെ കുറെ ടൈപ്പ് ഉണ്ട്. ഇതെന്ത് ഈ ഓരോരോ പ്രോട്ടീനും എന്തിനാണ് യൂസ് ചെയ്യുന്നതല്ല, ഇവർക്ക് ആകെ അറിയ ഈ പ്രോട്ടീൻ അറിയുള്ളൂ. പ്രോട്ടീൻ ഇപ്പൊ പ്രീ വർക്കൗട്ടിൽ തന്നെ എത്ര പ്രീ വർക്കൗട്ട് ഉണ്ട് വെച്ച് ഇവർക്ക് ചിലപ്പോൾ പറയാൻ പറ്റുന്നത്. ഞാൻ പ്രീ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വർക്ക് ആയിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോയി നിൽക്കുകയാണെങ്കിൽ അതൊരു ശരിയാണ്. അതല്ല ഞാൻ പറയാം, നമ്മുടെ മൈൻഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതൊരു ഡ്രഗ്സ് പോലെ. ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഒരു 3-4 മാസം ഉപയോഗിക്കുവാണെങ്കിൽ പറ്റില്ല. കണക്ട് ആയി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇന്ന് പ്രീ വർക്കൗട്ട് അല്ലെങ്കിൽ വീട്ടിൽ പുഷ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് പ്രീ വർക്കൗട്ട് ശരിയാണ്, മൈൻഡ് സെറ്റ് തന്നെയാണ്. പക്ഷെ അല്ലാത്ത പ്രീ വർക്കൗട്ടും ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. കാരണം എടുക്കാം, പക്ഷെ ഇത് അല്ലെ പിന്നെ ഒരു സൈക്കിൾ പോലെയാണ്. അല്ല, പ്രീ വർക്കൗട്ട് എല്ലാവർക്കും എല്ലാവരുടെ ബോഡിയിലും ഒരുപോലെ എഫക്ട് ഇതാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അത് മൈൻഡ് സെറ്റ് ആണ്. മതി. അല്ല, ഇത് നമ്മളെ മൈൻഡ് സെറ്റ് തന്നെയാണ്. എല്ലാ കാര്യം പറയുന്നത് നമ്മളിപ്പം ഇതുവരെയുള്ള ലൈഫ് സ്റ്റൈൽ പറയാം കേട്ടോ. ജിമ്മിൽ തുടങ്ങി ഇതുവരെ മെഡിസിൻ ഒഴികെ നമ്മൾ അത്യാവശ്യം എല്ലാ പ്രോട്ടീൻ യൂസ് ചെയ്തിട്ടുണ്ട്. മാസ്ഗിൻ്റെ ആവശ്യം വന്നിട്ടില്ല. വേ പ്രോട്ടീനായാലും പ്രീ വർക്കൗട്ടായാലും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൺസിസ്റ്റൻസി അല്ല. നമ്മൾ എന്തെങ്കിലും ഒരു മൂഡ് ഓക്കെ നമുക്ക് അത്രയും വീക്ക് ടൈമിലാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും നമ്മൾ എടുത്ത് യൂസ് ചെയ്യും. അല്ലാണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്തെങ്കിലും കോഫിയോ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് പോയിട്ട് ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അതെ ഉറങ്ങുക, വർക്കൗട്ട് ചെയ്യുക. അതെ. അല്ലാതെ നമ്മളെന്ന് ഇപ്പോഴും ഏകദേശം 2 കൊല്ലമായിട്ട് 3 കൊല്ലമായിട്ട് നമ്മളടുത്ത് ഒന്നുമില്ല. സാധാരണ ഫുഡും നോർമലി എന്താ പറയാ, ഈ കോഫി അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രോട്ടീൻ മാക്സിമം കിട്ടുന്ന ഫുഡും അത് മാക്സിമം കഴിക്കും. വേറെ കുറെ ഡയറ്റിനെ പറ്റി കീറ്റോ ഡയറ്റ് ഒക്കെ അതൊക്കെ കഴിച്ചിട്ട് എത്ര പേര് കടന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ദിവസം ഒന്നുമില്ല, ചിലര് ജ്യൂസ് കുടിക്കുക. ആ ജ്യൂസിന്റെ പേരെന്തായിരുന്നു? ഹെർബൽ ലൈഫ്. ഹെർബൽ ലൈഫ്. എന്റെ അടുത്തൊരു ക്ലൈന്റ് വന്നു, അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ എന്തായാലും ഡയറ്റ് നോക്കുന്നു ജോബി, ഞാൻ ഹെർബൽ ലൈഫ് ഫോളോ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് ജിമ്മിലേക്ക് വന്നാലോ. അല്ല, ഇതിലൊരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ നാട്ടിലെ ജിമ്മിലുണ്ടാകുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അവൻ അത്യാവശ്യം ഭയങ്കര തടിയാണ്. അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് തടി കുറക്കണം ചാമ്പോ, കല്യാണമൊക്കെ കഴിക്കണം. ഞാൻ പറഞ്ഞു ചെയ്യാം, പക്ഷെ നീ വർക്കൗട്ട് ചെയ്യണം. കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടംപോലെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ട് ഒന്നും പോകില്ല. കഴിഞ്ഞില്ല എന്നുള്ള മൈൻഡ് സെറ്റ്. അതെ, അത്രേ ഉള്ളൂ. അപ്പം ഇവൻ വന്നു, അങ്ങനെ ഞാൻ വർക്കൗട്ട് കൊടുത്തു കേട്ടോ. വർക്കൗട്ടൊക്കെ കൊടുത്തു. ഇപ്പം ഇവൻ വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടി. ആ തടീൻ്റെ പ്രശ്നമാണ്. അവൻ ആ ഫാറ്റിലെ പ്രശ്നത്തിനോട് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര മടി. എങ്ങനെയും വരുന്നത് ഞാൻ മതിയാക്കി പോകുന്നതൊക്കെ പറഞ്ഞ് ഡെയിലി വരും, പക്ഷേ വർക്കൗട്ട് അങ്ങനെ ചെയ്യുന്നില്ല, പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ ഹെർബൽ ജ്യൂസിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു ഇവന്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, പക്ഷെ അത് മാത്രം കുടിച്ചിട്ട് നിൽക്കരുത്. അത് എടുത്തോ. അതിന് ഓപ്പോസിറ്റ് നമ്മുടെ ജിമ്മിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ഫ്രാഞ്ചൈസി അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരത് എടുത്തിട്ടോ. അതിന് ശേഷം ജിമ്മിലൊന്നുമില്ല.
അല്ല ലൈഫ് ലോകൂടായി. അത് പക്ഷെ എങ്ങനെ വെയിറ്റ് ലോസ് നമുക്ക് അതെന്നെ സംഭവം അറിയാവോ? നമ്മൾ ഇത്രയും നാട് ഇപ്പൊ നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആള് അവര് ഒരു കുറച്ചു നേരം പട്ടിണി കിട്ടേ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇവരെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ജ്യൂസ് മാത്രം. ഇപ്പൊ നമ്മൾ ഒരു ചെടിക്ക് കുറെ നാളായിട്ട് നമ്മൾ ദിവസവും വെള്ളം ഒഴിക്കും. അതിപ്പോ നമ്മള് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഒഴിച്ചിട്ട് ആ ചെടി കരിയില്ലേ? അതേ അവസ്ഥ ഇതാണല്ലേ. ഓൺലൈൻ ട്രെയിനേഴ്സിനും ഇൻഫ്ലുവൻസിനും ഒക്കെ ഡെയിലി ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനറിനെക്കാളും ഡബിൾ സാലറി അവർക്ക് കിട്ടുന്നുണ്ട്. മേ ബി അവരെ സ്മാർട്ട് വർക്ക് ആയിരിക്കാം, പക്ഷെ അതപേക്ഷിച്ച് നമ്മൾ നോർമലായിട്ട് ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കുറെ കൂടെ ഡിസർവ് ചെയ്യുന്നില്ല ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിങ്ങളിപ്പോ പറഞ്ഞ 15,000 ജിമ്മിൽ ഒരു സാലറി അല്ല എൻ്റെ ഒരു കൺസെപ്റ്റ്. ഓൾമോസ്റ്റ് 15,000 to 18,000 ഓൾമോസ്റ്റ് ഞാനിവിടെ കണ്ടെടുത്ത അത് അവര് എന്താ പറയാ, അത് ആ ജിമ്മിന് ചിലപ്പോ അത്ര മതിയായിരിക്കും. അവര് അതിൽ കൂടുതലൊരു ട്രാൻസ്ഫോർമേഷൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു കസ്റ്റമർ. ഇപ്പൊ ഒരു ബാംഗ്ലൂരിലൊരു രീതിയാണെങ്കിൽ ഇപ്പം ജോബി പറഞ്ഞ പോലെ ഇപ്പൊ IT ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ അവർ ജസ്റ്റ് വരുന്നു, അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അതാ ജിമ്മിന്റെ ഓണർക്ക് പറയാം. നേരെ മറിച്ച് ഒരു കോമ്പറ്റീഷന് വരുന്ന ഒരാൾ ഇപ്പൊ ജോബിയുടെ അടുത്തോ സോഫിയുടെ അടുത്തോ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ വരികയാണ്, ഞാൻ പറയുന്നത് എനിക്ക് കോമ്പറ്റീഷൻ നെക്സ്റ്റ് കോമ്പറ്റീഷൻ ബാംഗ്ലൂർ കോമ്പറ്റീഷന് എനിക്ക് പങ്കെടുക്കണം, എങ്ങനെ ചെയ്യാൻ പറ്റും അത് ട്രെയിൻ ചെയ്യുക. അപ്പോൾ സോഫി തരാം എനിക്ക് ഇത്ര എമൗണ്ട് തരേണ്ടി വരും, നമ്മൾ എഗ്രിയാണ്. ചിലപ്പോൾ 2-3 ലക്ഷം രൂപ സോഫി ചോദിക്കുമായിരിക്കും, അല്ലെങ്കിൽ ജോബി ചോദിക്കും. നമ്മൾ ഓക്കെ ഡൺ, അപ്പോൾ എമൗണ്ട് തരുന്നു. പിന്നെയാണ് നിങ്ങൾ നമുക്ക് വർക്കൗട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ അതിൻ്റെ പ്രോപ്പർ ചാനൽ വഴി നിങ്ങൾ നമുക്ക് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ അല്ലാതെ ഈ 15,000 എന്നുള്ളത് ഒരു സാലറിയേ അല്ല. പക്ഷേ അത് ഇവിടുത്തെ അതാണ് പറഞ്ഞത്, ഇവിടുത്തെ ജിം ഓണർക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ വെക്കുന്നില്ല. ഇവിടെ വരുന്നു, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ IT-ലോ അല്ലെങ്കിൽ വല്ല ജോബ് ചെയ്യുന്നതിൽ വരുന്നു, ഈവനിങ് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ വന്നിട്ട്. അത് ക്ലയന്റിന്റെ ഓണറിന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ഒരു ട്രെയിനർ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെന്ന് വെച്ചോ, 8 അല്ലെങ്കിൽ 9 മണിക്കൂർ സ്ട്രൈറ്റ് ഷിഫ്റ്റ്, അവന് ഫുള്ള് ക്ലയൻസ് ഉള്ള സമയം അവന് ഇരിക്കാൻ പോലും സമയം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈവൻ PT പേഴ്സണൽ ട്രെയിനിങ് മാത്രമല്ല നമ്മൾ നോക്കണം, ഒരു ക്വാളിറ്റി ഉള്ള ട്രെയിനർ എന്ന് പറയുമ്പോൾ പേഴ്സണൽ ട്രെയിനിങ് മാത്രമല്ല. ഒരു ജിമ്മിൽ വരുന്ന ഒരാളുടെ അവൻ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവന് വർക്കൗട്ട് പറഞ്ഞു കൊടുക്കാം, അതെല്ലാം ഒരു ട്രെയിനർ ചെയ്യണം. അവൻ എന്തായാലും ചെയ്യണം. കാരണം ഇപ്പൊ നമ്മളെ മുമ്പിൽ ഒരു ബിഗിനേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നില്ല എങ്കിലും നിങ്ങൾ അവര് മിസ്റ്റേക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ബേസിലൂടെ ഒരു കാര്യം മനസ്സിലാവണം, നമ്മൾ ട്രെയിനേഴ്സ് മര്യാദയ്ക്ക് റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ ക്ലയൻസ് വരുന്നത്. തീർച്ചയായിട്ടും ഇപ്പം സോഫി പറഞ്ഞ പോലെ ഒരു ജിം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ചാനൽ അങ്ങോട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്രെയിനേഴ്സ് തന്നെയാണ്. ട്രെയിനേഴ്സ് അവിടുത്തെ എന്തെങ്കിലും ഒരു ട്രെയിനേഴ്സ് അവിടെ വീക്കാണെങ്കിൽ ക്ലയന്റ് വരില്ല, ഉറപ്പായിട്ടും വരില്ല. ഒരു സംശയവും വേണ്ട. അപ്പം മൊത്തം ബിസിനസ്സുകാരാണ് ട്രെയിനേഴ്സ്. നമ്മുടെ ഓണേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ട്രെയിനിങ് പിടിക്കുന്നില്ല മീൻസ് എന്താണ് നിങ്ങൾ എന്താണ് കൺസെപ്റ്റ് ചെയ്യുന്നത്? പേഴ്സണൽ ട്രെയിനിങ് എന്ന് വെച്ചാൽ ഒരാൾ 1-on-1 ട്രെയിനിങ്. ഓക്കെ, പക്ഷെ ആ സമയത്ത് നമ്മൾ വേറൊരാളെ നോക്കാൻ പാടില്ല. പക്ഷെ അത് ഒരാൾ ഇത്ര പൈസ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ടൈമാണ്. നമ്മുടെ ഒരു 1 hour നമുക്ക് കൊടുക്കേണ്ടതാണ്. ആ 1 hour മാത്രമല്ല ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ ട്രെയിനർ ക്ലയന്റിന്റെ കൂടെ നിൽക്കുന്ന ക്ലയന്റിന്റെ ഫുഡ് ജേണി, ക്ലയന്റിന്റെ ഓരോ കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. അവരുടെ സ്ട്രെച്ചിങ് കാര്യങ്ങളെല്ലാം അവർ നോർമലി വെച്ചാൽ അവരുടെ കൂടെ തന്നെ ഒരു ഡേ ഫുള്ള് അവരുടെ കൂടെ തന്നെ അവർക്ക് ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ക്ലയന്റ് മാത്രമായിരിക്കില്ല നമുക്കുള്ളത്, പല ക്ലയന്റാണ്. അപ്പോൾ ഇതുപോലെ പല ആൾക്കാരുടെ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ ഇതുപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള പേ ഔട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരു 50% ജിമ്മിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനറിന് 40 to 40%, 40 to 50% ഇരിക്കില്ല, 30 to 40%. 30 to 40 30 to 40 ട്രെയിനേഴ്സിന് കൊടുക്കണം. അതിനകത്തുനിന്നും GST കട്ടാവുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്രയാ? മനസ്സിലായില്ല. അതങ്ങനെ ഇവിടത്തേക്ക് നിയമങ്ങൾ അങ്ങനെയാ. എങ്ങനെ GST കട്ട് ചെയ്യുന്നത്? ഈ അതായത് നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനിങ്ങിന്റെ പൈസ തരുന്ന സമയത്ത് അതിൽ നിന്ന് GST ഇപ്പൊ നമ്മൾ നോർമൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ അത് GST എന്തായാലും വേണം. അല്ല ജിമ്മിന് GST ഉണ്ടല്ലോ, GST ഓൾറെഡി പേ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ട്രെയിനേഴ്സ് ഇപ്പം ആ ട്രെയിനിങ്ങിന്റെ പേയ്മെന്റ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ബില്ല് കൊടുക്കുന്നില്ല. പിന്നെ ഇതിൽ GST അത് ഓണേഴ്സ് പറയുന്നത് ബില്ല് കൊടുക്കാതെ നിങ്ങൾ എടുത്തോ. ബില്ല് കൊടുക്കുന്നില്ല, പിന്നെ നിങ്ങൾ അതെനിക്കറിയില്ല. അതിപ്പോ ഓണറോടാണ് സംസാരിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. 50-50 നോർമൽ ട്രെയിനറിന്. പക്ഷേ പേഴ്സണൽ ട്രെയിനിങ്ങിന് ഇപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 15 days 1 month എടുക്കുകയാണെങ്കിൽ
നമ്മൾ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യും. 1 മന്തിലൊന്നും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. അത് പറയണം. അത് ക്ലിയർ ആയിട്ട് ഞാൻ അത് ഓൾറെഡി ജിം നമ്മളെ ട്രെയിനേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രേ നടക്കുള്ളൂ. അപ്പോൾ ഈ പിന്നെ നിങ്ങൾ എടുത്ത അതായത് അറ്റ്ലീസ്റ്റ് ചെറിയൊരു വേരിയേഷൻ ബോഡിയിൽ വരണമെങ്കിൽ ഒരു 3-4 മന്ത്സ് വേണം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഗ്യാരണ്ടി തരാം, നിങ്ങളുടെ ബോഡി എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്ത്. അല്ല നിങ്ങൾ 1 മന്ത് എടുത്തിട്ട് ഇത് PT പൈസ പേ ചെയ്തിട്ട് ലാസ്റ്റ് മാറ്റില്ലല്ലോ എന്നിട്ട് പിന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാൻ അത് ഞാൻ ട്രെയിനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഓപ്പൺ ആയിട്ട് പറയാം, അവർക്ക് PT ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് PT അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. കാരണം നമുക്ക് ഇത് ക്ലയൻറ്റിനെ ചീറ്റ് ചെയ്തുകൊണ്ടൊന്നും വേണ്ട. നമുക്ക് ക്ലൈൻറ്റ് കാരണം നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് അവർക്ക് ഓക്കെ ആണെങ്കിൽ എടുക്കാം, നമുക്ക് പ്രശ്നമില്ല. അതിൽ 50% നിങ്ങൾ എടുത്തു, അതിലെന്തിന് GST എന്നല്ല, 50% നമ്മളൊരു കൊടുത്തു കഴിഞ്ഞു, അവിടെ ആ ചാപ്റ്ററോടെ ക്ലോസ് ആയി. പിന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിൽ GST പിടിക്കാതെ അങ്ങനെയൊന്നുമില്ല. GST ഓൾറെഡി കസ്റ്റമർ പേ ചെയ്യുന്നുണ്ട്, അവർ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പേ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. അല്ലാണ്ട് പിന്നൊരു GSTയുടെ സംഭവം ഇല്ല, അവിടെ വരുന്നില്ല. അങ്ങനെ നമ്മുടെ മാത്രമല്ല, നമ്മുടെ കൂടെ നമുക്ക് പല ബാംഗ്ലൂർ ഓൾമോസ്റ്റ് പലയിടത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്ത മിക്കയിടത്തും അതാണ്. കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഒരു ട്രെയിനർ ആകുമ്പോൾ അത്യാവശ്യം സർക്കിൾസ് കാണുമല്ലോ. മിക്കയിടത്ത് GST കട്ട് ചെയ്ത് 30%. GST കട്ട് ചെയ്യുമ്പോൾ 40% എന്ന് പറയുന്ന സാധനം 30% ആവും. 9% GST വരും. 18% ആണ് GST വരുന്നത്. അതിൽ 9% നമ്മൾ കട്ട് ചെയ്യും. ഓണർ സൈഡിൽ നിന്ന് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ബിസിനസ്മാൻ, അവരൊരു ബിസിനസ്മാൻ ആണ്. സോ വൺ മോർ തിങ്, പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണറിന് പ്രോഫിറ്റ് വേണം. ഇപ്പൊ ഒരു PT ആയാൽ കൂടി ഓണറിന് പ്രോഫിറ്റ് വേണം. പക്ഷെ അതൊരു ക്ലയന്റിനെയോ ട്രെയിനറിനോ ചീറ്റ് ചെയ്തുകൊണ്ടാണ്. അതാണ് നമ്മൾ നമുക്ക് മനസ്സിലാവും ഇത്രയും അവർക്ക് ഇത്രയെങ്കിലും പ്രോഫിറ്റ് വേണം. തീർച്ചയായിട്ടും നമ്മളെ അതുകൊണ്ടാണല്ലോ ജോലി. പക്ഷേ ഇത് ക്ലയന്റിനെ പറ്റിച്ച് ട്രെയിനറിനെ പറ്റിച്ച് അത് പാടില്ല, അതൊരിക്കലും ചെയ്യരുത്. അത് ഇപ്പൊ പറഞ്ഞ പോലെ ഫുൾ ആൻഡ് ഫുള്ളി ബിസിനസ് മെയിൻ ആണ്. അവർക്ക് സെന്റിമെന്റ്സ് എന്നൊരു സംഭവം ഇല്ല അവിടെ. അതൊരു കോർപ്പറേറ്റ് ലെവൽ മോഡാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ക്ലയന്റിനോടോ ട്രെയിനിനോടോ സെന്റിമെന്റ്സ് ഇല്ല. പക്ഷെ ഒരാളെ ശരീരം വെച്ചോണ്ട് നമ്മളെ കോർപ്പറേറ്റ് മൈൻഡ് കളിക്കാം. കാരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരാളെ ശരീരം വെച്ചോണ്ട് ഒരു കോർപ്പറേറ്റ് മൈൻഡ് അവരെന്ത് ക്ലയന്റ് എന്തിനാണ് വരുന്നത്? അവരെ ഹെൽത്ത് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഫിറ്റ്നസ് ആയിട്ട് ഇരിക്കാനാണ്. പിന്നെ അവരെ ചീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജിം എടുത്തേണ്ട? ജിമ്മിൽ ഒരിക്കലും ഹെൽത്ത് വെച്ച് കളിക്കാൻ പാടില്ല. അത് ഇപ്പൊ ജിമ്മിൽ ഇപ്പോൾ നോർമലി പറയാം, ഒരു പേഴ്സണൽ ട്രെയിനിങ് അല്ലെങ്കിൽ കൂടി ഒരു നോർമൽ ഒരു ബിഗിനർ അവിടെ ജിമ്മിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റി, പിന്നെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവന് റെസ്റ്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല, അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഇഞ്ചുറി പറ്റാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അതിനുകൊണ്ടാണ് നമ്മൾ ട്രെയിനേഴ്സിനെ നമ്മൾ അവരോട് പറഞ്ഞത്, ട്രെയിനേഴ്സിനോട് ഫോളോ ചെയ്യുക, ട്രെയിനേഴ്സ് എന്താണ് പറഞ്ഞത് അത് ചെയ്യുക. അല്ലാതെ നിങ്ങൾ വന്ന് നിങ്ങൾ ഇഷ്ടത്തിന് കളിച്ച് ഇഞ്ചുറി ആയി കഴിഞ്ഞിട്ട് ഇത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് പറഞ്ഞ കാര്യമില്ല. അപ്പം അവിടുത്തെ മെയിൻ എന്താണ്? ട്രെയിനേഴ്സ് തന്നെയാണ്. രണ്ടാമത്തെ ക്ലൈൻറ്റിനെ ചീറ്റ് ചെയ്യാൻ പാടില്ല. കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ക്ലൈൻറ്റിനോട് പറയാം, നമ്മളെ ഫോളോ ചെയ്ത് കളിക്കുക. അല്ല നിങ്ങൾക്ക് ഇഷ്ടത്തിന് കളിക്കണം, നിങ്ങൾക്ക് കളിക്കാം, പക്ഷേ ഇങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മളടുത്ത് വേറൊരു കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഇഞ്ചുറിയോ കാര്യങ്ങളായാൽ വരരുത്. നമുക്ക് മെയിൻ ക്ലൈൻറ്റ് തന്നെയാണ്, കസ്റ്റമർ തന്നെയാണ് മെയിൻ. പക്ഷേ കസ്റ്റമർ ചീറ്റ് ചെയ്തുകൊണ്ടല്ല വരരുത്. അതുപോലെ ട്രെയിനർ, നമ്മൾ ട്രെയിനറെ എത്ര കണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എത്ര കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് ആ ട്രെയിനറിന് ജിമ്മായിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ ശരിക്കും നമ്മൾ GST ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതേ മൈൻഡ് സെറ്റ് ആയിരിക്കും വരും ട്രെയിനർക്കും വരും. അവർ വിചാരിക്കും അല്ല അങ്ങനെ, അപ്പോൾ അവർ ഇത്രയെല്ലാം കട്ട് ചെയ്യുന്നത് പിന്നെ ഓണറിന് നമുക്ക് കുറച്ച് തോപ്പിക്കാം എന്നുള്ള മൈൻഡ് സെറ്റ് വരും. എന്തിനാണ് അതിന്റെ ആവശ്യം? വരുത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുക, ക്ലിയർ ചെയ്താൽ പിന്നെ സംഭവം കഴിഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ ബാംഗ്ലൂർ കേരളം വിട്ട് കുറേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, കാരണം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ പേഴ്സണൽ ട്രെയിനിങ് വലിയ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ കൊടുക്കുന്നില്ല. ഒരു 2000-3000 റുപ്പീസ് ഒക്കെ PT ഉള്ളൂ. ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആവണം എന്നാണ് എൻ്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിറ്റിനെ എനക്കൊന്നൊരു സിറ്റിയിലെ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഇപ്പം പറഞ്ഞ കൊച്ചി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എന്താ പറയുക ക്യാഷും ഇതുള്ള ആൾക്കാരാണ് കൂടുതൽ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവരോടത്ത് വാങ്ങും. ഞാൻ അത് കണ്ടിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ജിം ഫീൽ ചെയ്തിട്ടുള്ള എവിടെ വെച്ചാൽ നമ്മൾ അജിത് ബാബുവിൻ്റെ ലിഫ്റ്റ് സ്റ്റുഡിയോ. അജിത് ബാബു മറ്റേ പൃഥ്വിരാജിന്റെ ട്രെയിനർ. പുള്ളിക്കാരൻ്റെ ജിം എന്ന് വെച്ചാൽ പുള്ളി ജിമ്മ് മാത്രമല്ല ഫോക്കസ് ചെയ്യണത്, ഫിറ്റ്നസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, സൗണ്ട് തെറാപ്പി, കുറെ തെറാപ്പീസ്, ഇഷ്ടം പോലെ കാര്യങ്ങൾ പുള്ളി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അത് സമ്മതിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോ. ഫിറ്റ്നസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സാധനം അതായിരിക്കും. എന്റെ സൈഡിൽ നിന്ന് നോക്കിയിടത്തോളം, ഞാൻ പുള്ളിയുടെ ഇത് കണ്ടിടത്തോളം, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് പുള്ളി ഒരിക്കലും അതൊരു ബിസിനസ് നടത്തുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആർക്കാണെന്ന്? അജിത് ബാബു. ഓക്കെ.
പുള്ളി അതൊരു ബിസിനസ് മൈൻഡ് ആയിട്ട് പുള്ളി കൊണ്ടുപോകാനാണ് എന്റെ ഒരു തോന്നൽ. അങ്ങനത്തെ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ പിന്നെ ജിം വർക്കൗട്ട് ആവില്ല. ബിസിനസ് മൈൻഡ് വേണം, പക്ഷെ നമ്മൾ വരുന്നത് എന്താണ്, അതൊരിക്കലും ട്രെയിനേഴ്സിനോ അല്ലെങ്കിൽ ക്ലയന്റിനോ ചീറ്റ് ചെയ്തുകൊണ്ടല്ല നമ്മൾ ബിസിനസ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേണം ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ. ചീറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പലതും ചെയ്തു. പുള്ളി ട്രെയിനേഴ്സിന്റെ അടുത്തും ക്ലയന്റ്സിന്റെ ഇടയ്ക്കും ഫ്രണ്ട് ഫ്രീ മൈൻഡ് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അവർക്ക് ഫുൾ സ്വാതന്ത്ര്യവും, അതായത് അവരുടെ കൂടെ അല്ല അവിടെ നടക്കുന്ന ജിം ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിനിങ് മാത്രമല്ല, പലതരത്തിലുള്ള ആക്ടിവിറ്റീസ്, മൈൻഡ് ഫോക്കസിങ് ഭയങ്കര പുള്ളിയുടെ അടുത്ത് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ എല്ലാം മൊത്തം ഇത് സ്ഥലം മാറുമ്പോ പിന്നെ അങ്ങ് മാറും. അല്ല അതന്നെയാണ് മെയിൻ. ഇപ്പൊ ഇവിടെ എത്ര നിങ്ങൾ പേഴ്സണൽ ട്രെയിനിങ്ങിന് ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നിടത്ത് എത്ര മീൻസ് 1000 rupees per day? കൂടുതലല്ലേ? ജിമ്മിൽ അത്രയും 12 സെക്ഷൻ 12,000 rupees. ഈ 12,000 rupees 12 ഡേയ്സിലേക്ക് എന്ത് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു? ആർക്കൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ആസ് എ ട്രെയിനർ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങുന്നുള്ളൂ. ഞാൻ എനിക്ക് എൻ്റെ അടുത്തൊരു ക്ലയന്റ് വന്നാൽ ഞാൻ പറയാം, എനിക്ക് 1 month കൊണ്ട് 12th ക്ലാസ് കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓപ്പൺ ആയിട്ട്. പക്ഷേ ഞാൻ കൊടുക്കുന്നത് ഞാനൊരു ട്രെയിനറായിട്ട് ഞാൻ കൊടുത്തു വെച്ചാൽ നിങ്ങൾ 12 ദിവസം അല്ല അവരുടെ എല്ലാ ദിവസവും 1 മാസം ഫുൾ ഡേ വന്നു ഞാൻ ക്ലാസ് എടുത്ത് തരാം. എനിക്കത് പ്രശ്നമല്ല. ഫുൾ ഡേ മൺഡേ ടു ഫ്രൈഡേ ഞാൻ കൊടുക്കും. ഈ ഓണറിന്റെ അടുത്ത് നമ്മൾ പറയാൻ പാടുന്ന അറിയില്ല, ഞാൻ പറയും 12 ക്ലാസ് ഉണ്ട്, പക്ഷെ ഞാൻ മന്ത്ലി ഫുൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളെ സിൻസിയർ, ആ ക്ലയന്റിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യാന്നുള്ളത് നിങ്ങളെ സിൻസിയർ ആണ്. പക്ഷെ അതിന് ആ ഓണറും കൂടി നിങ്ങളുടെ അടുത്തൊരു കമ്മിറ്റ്മെന്റ് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്ട്. അത് ഇപ്പം പിന്നെ വേറൊരു കാര്യം ഒന്നത്, പിന്നെ 2 നമ്മൾ ക്ലയന്റിന്റെ അടുത്ത് നിന്ന് ഫീസ് വാങ്ങുന്നതല്ല. ഇപ്പൊ 12,000 വാങ്ങിക്കോ, പക്ഷെ വാങ്ങിയിട്ട് ആ ക്ലയന്റ് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് വലിയൊരു ഫാക്ട് അല്ലേ. 12 ദിവസത്തിൽ 12,000 രൂപ വാങ്ങിയാൽ ഈ 12 ദിവസത്തിൽ എന്ത് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ ഈ ക്ലയന്റിന് പറ്റും? ഒന്നും പറ്റില്ല. അതായത് അയാളെ ബോഡി പെയിൻ പോലും പോവില്ല. നല്ല ശരിക്കും കളിക്കുകയാണെങ്കിൽ ബോഡി പെയിൻ പോലും മാസങ്ങളോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാം. ഇപ്പൊ എൻ്റെ ജിമ്മിലാണ് ഞാൻ ക്ലിയർ കട്ട് ഓഫ് ആയിട്ട് ഇവരോട് ട്രെയിനേഴ്സിനോട് പറയലുണ്ട്, ഇത് മിതമായ ഫീസേ നമ്മൾ PT ചെയ്യുന്നുള്ളൂ. 1. 2, ഫസ്റ്റ് തന്നെ അവരുടെ അടുത്ത് PT എന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങണ്ട. ഫസ്റ്റ് 1 month അവർക്ക് നിങ്ങൾ മീൻസ് പേഴ്സണൽ ട്രെയിനിങ് അവർ ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് 1 monthനുള്ളിൽ മാറ്റിയെടുക്കുക. അതിന് ശേഷം PT സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾ വാങ്ങുന്നതിൽ എന്തെങ്കിലും ഒരു പൈസ വാങ്ങുന്നതിൽ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ആ ക്ലയന്റിന് കിട്ടണം. അല്ലെങ്കിൽ അവർ വിചാരിക്കും ഇത് പൈസക്ക് മാത്രം ഫോക്കസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. അതങ്ങനെ ചിന്തിക്കുന്നവരായിരിക്കും അറിയോ. എനിക്ക് തോന്നുന്നു ഒരു 90% ഈ ജിമ്മിൽ വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്നവരില്ല, തുടങ്ങിയവരില്ലേ, അവർ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ ചാൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സോഫി ഒരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, അപ്പൊ സോഫി നോർമലി ചിന്തിക്കും ബിസിനസ് മൈൻഡ് ഉണ്ടാവും, അത് ഉറപ്പാണ്. ഇപ്പൊ സോഫിക്കായാലും പൈസ ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും മനസ്സിലുണ്ടാവും ഒരു ക്ലയന്റ് വലിയൊരു ഫാക്റ്റാണ്, അപ്പം അവരങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ വേണം എന്നുള്ളൊരു മൈൻഡ് നമ്മളെ ഉള്ളിൽ വരും. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നത് കൊണ്ട്. നേരെ മറിച്ചിട്ട് ഇതിനെക്കുറിച്ച് ബേസിക് ഒന്നും അറിയാത്ത ഒരാൾ ജിമ്മ് തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു ബിസിനസ് തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അവർക്ക് അപ്പം GST എന്നല്ല IGST വരെ കട്ടാകും. നമ്മൾ മാത്രം ഫേസ് ചെയ്യണല്ലേ PT ഒരിക്കലും എൻ്റെ ഒരു ഇതിൽ പൈസ ഉണ്ടാക്കണം എന്നില്ല മൈൻഡാണെങ്കിൽ PT പുഷ് ചെയ്യാം. അതിന് ഞാൻ ഒരു ഇതുമില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ബിസിനസ്മാൻ്റെ ഒരു ഫാക്റ്റാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് പൈസയാണ് മെയിൻ. സോ നിങ്ങൾ PT പുഷ് ചെയ്യും. നേരെ മറിച്ചിട്ട് പൈസക്ക് ഉപരി കുറച്ചും കൂടി ഒരു കമ്മിറ്റ്മെന്റ് എന്നുള്ളൊരു സംഭവമില്ലേ, ക്ലയന്റ് ആയിട്ട് ഒരു കമ്മിറ്റ്മെന്റ്, നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ചെറിയൊരു സെന്റിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്മളൊരു മനസ്സിലുണ്ടാവും. ആ ക്ലയന്റിനും കൂടി ഒന്ന് ആ PT എന്തെങ്കിലും ഉപകാരം വേണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, PT അല്ല മെയിൻ, നമുക്ക് കസ്റ്റമറാണ് മെയിൻ എന്നുള്ളത് ചിന്തിക്കുക. ഈവൻ നമ്മുടെ ചില ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ട്രെയിനറിനെക്കാളും കൂടുതൽ സാലറി എന്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന ജിമ്മില് അവിടെ മറ്റേ ക്ലീനർക്കുണ്ട് മറ്റേ അവനേക്കാള് 1000 രൂപ 2000 രൂപ സാലറി കൂടുതലാണ്. കാരണം അവര് ഡിമാൻഡ്സ് ആണ്. ട്രെയിനർ ക്ലീനർ പറയാൻ പറഞ്ഞു ഇതാ അവസ്ഥ. കാരണം അവർക്കറിയാം ഒരു ട്രെയിനർ പോയാൽ വേറെ ട്രെയിനർ വരും എന്നുള്ള കേസ്. ട്രെയിനർ അങ്ങനെ 100,000 കിട്ടും. ഞാൻ പറഞ്ഞില്ല ട്രെയിനർ കിട്ടില്ല എന്ന്. ഇപ്പൊ ഞാൻ പറയട്ടെ 5 മാസം കഴിഞ്ഞാൽ വേണമെങ്കിൽ ട്രെയിനറാക്കി എടുക്കാം. പക്ഷെ ഈ ട്രെയിനർ വെക്കുന്നെന്തിനാണ്? വേറൊരു കേസ് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ബാംഗ്ലൂരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ജിമ്മിലെ ട്രെയിനേഴ്സ് കൂടുതൽ മലയാളീസാണ്. അതെ, ഞാൻ ഓൾമോസ്റ്റ് കണ്ടെടുത്തേക്ക് മലയാളീസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതെ പക്ഷെ അത് നാട്ടിൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനിട്ടാ. കാരണം നാട്ടില് അത്ര പോലും ട്രെയിനേഴ്സിന് ആ ഒരു വാല്യൂ കൊടുക്കുന്നില്ല. ഓപ്പർച്യൂണിറ്റി മാത്രമല്ല കേട്ടോ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞൊരു മൈൻഡ് സെറ്റ് ഇല്ലേ 12 ഡേയ്സിന് 12,000. അതിപ്പോ ഇവിടെ നിന്നല്ല, എല്ലാ ജിമ്മിലും വാങ്ങുന്നുണ്ടാവാം. നിങ്ങളെ ജിമ്മിൽ മാത്രമായിരിക്കില്ല, ഓൾമോസ്റ്റ് ഇങ്ങനെ ജിമ്മിൽ വാങ്ങുന്നുണ്ടാവാം.
പക്ഷെ അവര് കാര്യങ്ങൾ ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് ക്ലൈന്റിനോട് പറയുന്നുണ്ടാവും. അത് നമുക്കറിയില്ലല്ലോ അവരെന്ത് പറയുന്നുള്ളത്. ഫീസ് ചിലപ്പോൾ സെയിം ആയിരിക്കും. അവർ കാര്യങ്ങൾ പറഞ്ഞാൽ 12,000 ഒന്നും ആവില്ല, അപ്പം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു. അത് ചിലപ്പോൾ അവർ നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടല്ലോ. ഞാൻ പറയും പറയുന്നുണ്ടെങ്കിലോ 1 മന്ത് കൊണ്ട് ഒന്നും ആവത്തില്ല. അതായത് അറ്റ്ലീസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 1 മന്ത് ഫുള്ള് ക്ലാസ് തരാം, ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യിക്കുന്നത് നമ്മുടെ കഴിവുപോലെ ഇരിക്കും. നമുക്ക് ക്ലയൻസും ഉണ്ട്, അത്യാവശ്യം നമുക്ക് ക്യാഷും കിട്ടുന്നുണ്ട്. ക്ലയൻസ് ഓക്കെ. അല്ല അതിപ്പോൾ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് PT കിട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ 12 ദിവസം ഒരു ക്ലാസ്സിന് 12 ഡേയ്സ് മാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ അയാളും പറയും നമുക്ക് വേണ്ട, 1 മാസം വന്നിട്ട് അടുത്ത മാസം പിന്നെ എടുക്കില്ല. പക്ഷെ നിങ്ങൾക്ക് ആ 1 മന്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ഇൻസ്പിറേഷൻ, ഓക്കെ എനിക്ക് 12 ദിവസം 1 മന്ത് ട്രെയിനിങ് കിട്ടി, അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവർക്ക് റിസൾട്ട് ആക്കി കൊടുക്കും പറ്റും. കറക്റ്റ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഓക്കെയാണ്, അവർ വഴി നമുക്ക് വേറെ ക്ലയൻസിനെ കിട്ടും. അതെ. അല്ലാണ്ട് ഇപ്പം ഈ ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നത് അറിയോ, ഈ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഫ്രീലാൻസർ ഇപ്പം കേരളത്തിൽ ഇവിടെ ആണെങ്കിലും ഇഷ്ടം പോലെ ഫ്രീലാൻസേഴ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ എന്താ സംഭവം ഞാൻ പറയാം. ഇപ്പം ജിമ്മിൽ ചെന്ന് അഡ്മിഷൻ എടുത്ത് 10-12,000 രൂപ അഡ്മിഷൻ എടുത്ത് 12,000 റുപ്പീസ് മെമ്പർഷിപ്പ് എടുത്ത് അതിനോട് പ്ലസ് 1 മന്ത് PT കൂടെ കിട്ടുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയി. അതേ സമയത്ത് ഫ്രീലാൻസർ പോകുമ്പോൾ ഒന്നേ അവരുടെ അപ്പാർട്ട്മെന്റിൽ അല്ലെ അവരുടെ ഫ്ലാറ്റിൽ അവർക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് പക്ഷെ ഫ്രീലാൻസർക്ക് 1 മണിക്കൂറിന് അങ്ങനെ ദിവസത്തിൽ 4 ക്ലാസ്, വീക്ക്ലി 4 ക്ലാസ്സോ 5 ക്ലാസ്സേ പോകുന്നുള്ളൂ. ഈ ജിമ്മില് 10 hours അല്ലെങ്കിൽ 9 hours പണിയെടുക്കുമ്പോൾ എത്ര സമയം അവിടെ പാഴാവുന്നത്. അതുകൂടാതെ ഈ 10,000 ഇവന് 1 മണിക്കൂർ എടുത്തു കൊടുത്താൽ കിട്ടും. വീക്ക്ലി 4 ക്ലാസ്സസ്. ഇപ്പൊ ജിമ്മിലാണെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കട്ട് ഈ ഫ്രീലാൻസർ ആകുമ്പോൾ വേറൊരു ഗുണം എന്താ അറിയോ, അത് അങ്ങ് കണ്ടിന്യൂ ചെയ്യും. ഈ നമ്മളെ പോലെ ഈ ജിമ്മിൽ വന്ന് PT പോലെ ചിലപ്പോൾ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് നിർത്തില്ല. അവർ പറയും നിങ്ങൾ മാക്സിമം റിസൾട്ട് ചെയ്യുന്നവരെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബെനിഫിറ്റ് അല്ലേ.